ആത്മഹത്യാ ഭീഷണി മുഴക്കി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ. കടം മൂലം ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം നേരത്തെ തീരുമാനിച്ചിരുന്നു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടെ അഫാനെ പ്രത്യേക നിരീക്ഷണത്തോടെയാണ് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ടായിരുന്നു അഫാനെ. പോലീസ് വ്യക്തമാക്കുന്നത് എന്താണ്? ഈ ആത്മഹത്യാ ഭീഷണി, അതായത് എലിവിഷം കഴിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം അഫാൻ എത്തുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു പ്രവണത നിലനിൽക്കുന്നു. എങ്ങനെയാണ് സുരക്ഷ ഇപ്പോൾ അഫാന് നൽകിയിരിക്കുന്നത്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്? മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിയുന്ന അഫാനെ കഴിഞ്ഞ ദിവസമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ആ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതിന് പിന്നാലെ ജയിൽ ഉദ്യോഗസ്ഥർ അഫാനുമായി സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് താൻ ആത്മഹത്യ ചെയ്യപ്പെട്ട കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതൊരു അനൗപചാരികമായിട്ടുള്ള ഒഫീഷ്യലി എടുത്തൊരു മൊഴിയല്ല. ഇതിന്റെ ഭാഗമായിട്ട് ജയിലിൽ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഭാഗമായിട്ട് ജയിൽ ഉദ്യോഗസ്ഥർ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരോടാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് കുടുംബം ഒന്നാകെ എടുത്ത തീരുമാനമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുക എന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് താൻ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഉമ്മയെ മരിച്ചു എന്ന് വിചാരിച്ചാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഉമ്മ മരണപ്പെട്ടില്ല എന്ന വാർത്ത താൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കും താൻ ഇനി ജീവിച്ചിരിക്കണമെന്ന് തനിക്കും ആഗ്രഹമില്ല, താൻ ആത്മഹത്യ എന്നാണ് ഇപ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥരോട് ഈ പ്രതി അഫാൻ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ കൂടിയാണ്, അതായത് ജയിലിലെത്തുന്ന പുതിയ ആളുകൾ തന്നെ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക സെല്ലിലേക്ക് ഇപ്പോൾ ഒരു നിരീക്ഷണത്തിലേക്ക് ഇപ്പോൾ അഫാനെ മാറ്റിയിരിക്കുകയാണ്. തുടർന്നും നിരീക്ഷണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടിക്രമങ്ങൾ ആരംഭിക്കും. അഫാനെ കസ്റ്റഡിയിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ചോദ്യം ചെയ്ത് നടക്കുന്ന കാര്യങ്ങൾ ഇനിയുണ്ട്. 4 ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അഫാന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയും ഉടനെ പോലീസ് സമർപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ശരി പ്രശാന്ത്.